ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ട്രിവാൻഡ്രം ജില്ലയിലെ വിതുര ഗ്രാമത്തിലുള്ള വാഴവന്തോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഇത് വെറുമൊരു വാട്ടർഫാൾ വിസിറ്റ് മാത്രമല്ല, കാരണം വാഴവന്തോൾ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ കാടിനകത്തുകൂടി കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട്. വിതുര ബോണക്കാട് റൂട്ടിലാണ് ഈ വാഴവന്തോൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 45 മുതൽ 50 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. സിറ്റിയിൽ നിന്ന് വിതുരയിലേക്ക് KSRTCയുടെ ബസ് സർവീസുകളുണ്ട്. ബസ്സിൽ വരികയാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലും വരാൻ പറ്റും. ഇവിടെ പാർക്കിംഗ് എല്ലാം അവൈലബിൾ ആണ്. സ്വന്തം വണ്ടിയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലം കാണിത്തടം ചെക്ക് പോസ്റ്റ് ആണ്. ഈ ചെക്ക് പോസ്റ്റിനടുത്ത് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്. സോ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടി പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. കാണിത്തടം ചെക്ക് പോസ്റ്റിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ പെർമിറ്റ് എടുക്കേണ്ടത്. പെർമിറ്റ് എടുക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 5 പേർക്ക് 1000 രൂപയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിലും മിനിമം ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതെന്തായാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. സോ ഏറ്റവും നല്ലത് മിനിമം 5 പേരുള്ളൊരു ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. ഇനി 5 പേരിൽ കൂടുതൽ നമ്മുടെ ഗ്രൂപ്പിൽ ആളുകളുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അഡീഷണൽ വരുന്ന ഓരോ ആൾക്കും 200 രൂപ വെച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ട്രക്കിംഗ് കൂടി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോ ഗ്രൂപ്പ് ആളുകളുടെ ഒപ്പം ഒരു ഗൈഡ് എപ്പോഴും പോകുന്നുണ്ട്. വെള്ളച്ചാട്ടം കാണാനുള്ള എൻട്രി ടൈമിംഗ് ഉച്ചവരെ മാത്രമാണുള്ളൂ. അതായത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാണ് നമുക്ക് എൻട്രി ടൈമിംഗ് ഉള്ളൂ. അതുപോലെ വൈകുന്നേരം 3 മണി വരെ നമുക്ക് മാക്സിമം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. 3 മണിക്ക് ശേഷം നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങണം. ഒരുപാട് മഴയുള്ള ദിവസം പൊന്മുടി പോലെ വാഴവന്തോൾ വെള്ളച്ചാട്ടവും അടച്ചിടാറുണ്ട്. സോ എപ്പോഴും ഇറങ്ങുന്നതിന് മുന്നേ ഫോറസ്റ്റ് ഓഫീസറെ ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വെള്ളം കുടിക്കാനും മറ്റും ഒരുപാട് വന്യമൃഗങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് വൈകിട്ട് 3 മണി വരെ മാത്രമാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. കൃത്യം 3 മണിക്ക് തന്നെ ഗൈഡ് നമ്മളെ അവിടെ നിന്ന് തിരിച്ച് ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് കൊണ്ടുവരും. കാണിത്തടം ചെക്ക് പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 800 മീറ്റർ കൂടി നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത പേപ്പറെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 2.5 കിലോമീറ്ററോളമാണ് ഒരു സൈഡ് നമുക്ക് നടക്കാനുള്ളത്. തിരിച്ചും അതേ വഴി തന്നെയാണ് നമ്മൾ വരുന്നത്. സോ ഏകദേശം 5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഈ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിനടുത്ത് നമുക്ക് പഴയ രീതിയിൽ ഓലമേഞ്ഞ വീടുകൾ കാണാൻ പറ്റും. ഇതിൽ ചിലതെല്ലാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലൊരെണ്ണത്തിൽ തന്നെയാണ് നമ്മുടെ പേപ്പറെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസിലെ ഗൈഡെല്ലാം ഇരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ചെറിയ പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അരുവിയാണ്. നമ്മൾ നടന്നു പോകുന്നത് മുഴുവനും ഈ അരുവിയുടെ സൈഡിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഇതിനകത്തൊക്കെ കാണാൻ. ഒരു സൈഡ് ഫുൾ വെള്ളവും മറ്റേ സൈഡ് ഫുൾ മരങ്ങളും കാടുമായി നല്ല പച്ചപ്പുള്ള ഒട്ടും വെയിലില്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ട്രക്ക് ചെയ്ത് നടന്നു പോകുന്ന ഈ 2.5 കിലോമീറ്റർ ഏകദേശം എല്ലാം നിരപ്പായ വഴികളാണ്. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് കയറ്റങ്ങളുള്ളൂ. അവിടെയും അവർ കമ്പിയെല്ലാം സൈഡിൽ വെച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ എളുപ്പമുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ്. അത്യാവശ്യം സ്നാക്സ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായി നടന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നൊരു ചെറിയ ട്രക്കിംഗ് ആണിത്. ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളാണ്. വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. അതുപോലെ ഒരുപാട് മഴയുള്ള സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴി പോലും പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ മാസങ്ങളിലെല്ലാം വാഴവന്തോൾ വെള്ളച്ചാട്ടം അടച്ചിടുന്നതാണ് പതിവ്. സോ മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. ചില ഭാഗങ്ങളിൽ അത്യാവശ്യം പാറക്കല്ലുകളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ സൈഡിലെല്ലാം കയറും കമ്പിയും എല്ലാം വെച്ചതുകൊണ്ട് നമുക്ക് ഇടിച്ചു കയറാനൊന്നും അത്ര പ്രശ്നമില്ല. അവരിത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉൾക്കാട്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എങ്കിൽ പോലും വഴിയരികിലെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികളെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ജയന്റ് വുഡ് സ്പൈഡർ അല്ലെങ്കിൽ ഗോൾഡൻ ഓർബ് ബീവർ എന്ന് പറയുന്ന ചിലന്തി. ഇതിൽ കാണുന്ന വലിയ ചിലന്തി ആണ് പെൺചിലന്തി. അതുപോലെ തന്നെ ആ കുഞ്ഞൻ ചിലന്തിയാണ് ആൺചിലന്തി.
ഒരു പെൺചിലന്തിയുടെ വലയിൽ തന്നെ ഒരുപാട് ആൺചിലന്തികൾ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി ആൺചിലന്തികൾക്കെല്ലാം പെൺചിലന്തികളെ പേടിയാണ്. കാരണം മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺചിലന്തികൾ ഇരയാണെന്ന് വിചാരിച്ച ആൺചിലന്തിയെ വരെ തിന്നുകളയും. അതുകൊണ്ട് തന്നെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൺചിലന്തികൾ ഓടിപ്പോവാറാണ് പതിവ്. പക്ഷേ അപ്പോൾ പോലും ചിലപ്പോൾ പെൺചിലന്തിയുടെ അറ്റാക്ക് കാരണം അതിൻ്റെ ഒരു കൈയോ ഒരു കാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെയും ചിലന്തികളെ കണ്ടു. ഇങ്ങനെയുള്ള ഒരുപാട് ചിലന്തികളെ ഈ കാട്ടിനകത്ത് കാണാൻ കഴിയും. ഈ കാട്ടിൽ കാണുന്ന ചിലന്തികളെല്ലാം നാട്ടിലെ ചിലന്തിയെ പോലെ ഒന്നുമല്ല. എല്ലാം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ചിലത് വളരെ നല്ല ബ്രൈറ്റ് റെഡ് കളറിലാണ് ഇരിക്കുന്നത്, ചിലത് നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കളറുള്ള ജീവികളെല്ലാം കാട്ടിൽ വളരെ പോയ്സണസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വലയൊന്നും അങ്ങനെ തൊടാനൊന്നും പോയില്ല. ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുക മാത്രമാണ് ചെയ്തത്. കുറച്ച് ദൂരം കൂടെ നടന്നപ്പോൾ മരത്തിൽ 1-2 കുരങ്ങന്മാരുണ്ടായിരുന്നു. 1-2 ഫോട്ടോയ്ക്ക് പോസ് തന്നതിന് ശേഷം അവരങ്ങ് ചാടിപ്പോയി. മഴ പെയ്തു കഴിഞ്ഞാൽ കുളയട്ടകൾ ഒരുപാട് പൊങ്ങുന്ന സ്ഥലമാണിവിടെ. സോ നമ്മൾ എപ്പോഴും ഒരു സാനിറ്റൈസർ കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. മഴക്കാലം കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വലിയ വെള്ളച്ചാട്ടത്തിനടുത്തെത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീരറോകളും എല്ലാം കാണാൻ പറ്റും. വളരെ മനോഹരമായ വ്യൂസാണ് പലതും. നടന്നു പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഗുഹകൾ കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ട്രൈബ്സ് എല്ലാം ഈ ഗുഹയ്ക്കകത്താണ് താമസിച്ചിരുന്നതെന്ന് തോന്നുന്നു. നല്ല മഴയുള്ള സമയമാണെങ്കിൽ ഈ ഗുഹയ്ക്ക് അകത്തുകൂടെ പോലും വെള്ളം ഒഴുകി വരാറുണ്ട്. ഇപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല അടുത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായി. സോ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ലെവൽ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞാൽ ആ സമയത്താണ് വരുന്നതെങ്കിൽ ഇവിടെയൊന്നും വെള്ളം ഉണ്ടാവാറില്ല. സോ ആ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പല പല തട്ടുകളായാണ് വാഴവന്തൽ വെള്ളച്ചാട്ടം കിടക്കുന്നത്. ഇതിൽ ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലോട്ടുള്ള ഉയരം തന്നെ ഏകദേശം ഒരു 10-12 അടിയിനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് വെള്ളം ചാടുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ തട്ടിന് മുകളിൽ ഇനിയും വേറെ തട്ടുകളുണ്ട്. ഈ സൈഡിൽ കൂടെ കാണുന്ന ഉറവയെല്ലാം ആ മുകളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. പണ്ടെല്ലാം ആ ഏറ്റവും മുകളിലുള്ള തട്ട് വരെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവിടെ വെള്ളത്തിൽ വീണ ഒരാൾ മരിച്ചതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് മഴയുള്ള സമയങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇത്ര പോലും നമുക്ക് മുകളിൽ കയറാൻ പറ്റില്ല. ഇതിന് തൊട്ട് താഴെ ഒരു ലെയറുണ്ട്. അവിടെ വരെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമുക്ക് സുരക്ഷ ഒരുക്കാനും നമ്മളെ നോക്കാനും വേണ്ടി തന്നെ ഒരുപാട് ഗൈഡുകളുണ്ട്. സോ അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ ഈ വാഴവന്തൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് സമയം ചെലവഴിച്ചു. അപ്പോഴേക്കും 3 മണിയായി. സോ ഗൈഡിൻ്റെ കോൾ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇവിടെയുള്ള ഗൈഡുകൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ കാടിനുള്ളിലൂടെ തന്നെ ബോണക്കാട് എത്താനുള്ള വഴിയുണ്ട്. പക്ഷേ അതൊരു ഒഫീഷ്യൽ ട്രെക്കിംഗ് പാത്തല്ല. നമുക്ക് അതിന് പോകാനുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു വഴിയാണത്. ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അഗസ്ത്യാർകൂടം ട്രക്ക്, അതുപോലെ തന്നെ പാണ്ടിപ്പത്ത് ട്രക്ക്, ഇതെല്ലാം തുടങ്ങുന്നത് ബോണക്കാട് നിന്നാണ്. അതുപോലെ തന്നെ ബോണക്കാട് എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബസ് സൗകര്യങ്ങളുണ്ട്. പക്ഷെ വളരെ ലിമിറ്റഡ് ആണ്. 1-2 KSRTC മാത്രമാണുള്ളത്. സോ അതിൻ്റെ സമയം നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ചോദിച്ച് കൺഫേം ചെയ്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. വാഴവന്തൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്ക് എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് തന്നെ മാറിയിട്ട് നമുക്ക് താഴെ തിരിച്ച് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇത്രയും ഉള്ളിലോട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഭക്ഷണ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും സ്നാക്സോ ഫുഡോ വെക്കുന്നതാണ് നല്ലത്. ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ നമ്മൾ എന്തായാലും ക്ഷീണിക്കും. സോ ഇവിടെ നിന്നിരുന്ന് അത് കഴിച്ച് തിരിച്ചിറങ്ങാൻ പറ്റും. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴ പെയ്ത് തോർന്നപ്പോൾ കാട് ഒന്നുകൂടി ഭംഗി വെച്ചതുപോലെ തോന്നി. സപ്പോസ് നമ്മൾ രാവിലെ തന്നെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഉച്ചയോടുകൂടി തീർക്കാൻ പറ്റും. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ബോണക്കാട് എസ്റ്റേറ്റ് വിസിറ്റ് എല്ലാം ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ KSRTC ബസ്സിൻ്റെ സമയം രാവിലെ തന്നെ ചോദിച്ച് കൺഫേം ചെയ്യേണ്ടതാണ്. സോ ഒരു ഹാഫ് ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ട്രെക്കിംഗ് ആണ് വാഴവന്തോൾ വാട്ടർഫാൾ വിസിറ്റ്. വാഴവന്തോൾ വാട്ടർഫാൾസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഒന്ന്, വെള്ളം എന്തായാലും കയ്യിൽ കരുതുക. പിന്നെ ചെറിയ സ്നാക്സോ അല്ലെങ്കിൽ ഫുഡോ കയ്യിൽ വെക്കാം.
വെള്ളത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായും ഒരു ജോഡി ഡ്രസ്സും ടവലും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ അട്ടകളുടെ ശല്യം ധാരാളം ഉണ്ടാവും. മഴ പെയ്യുകയാണെങ്കിൽ അട്ടകൾ ഒരുപാടുണ്ട്. സോ സാനിറ്റൈസർ കയ്യിൽ വെക്കുക. പിന്നെ ഒരുപാട് മഴയുള്ള സമയങ്ങളിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മിക്കവാറും അത് അടച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നല്ല വേനൽക്കാലത്ത് പോവുകയാണെങ്കിൽ നമുക്കത്ര വെള്ളം ഉണ്ടാവില്ല. സോ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ പോകാൻ ശ്രദ്ധിക്കുക. സോ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വിതുരയിലെത്തിയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ. അതുവരെ നമുക്ക് റെസ്റ്റോറൻറ്റുകളോ ഹോട്ടൽസോ ഒന്നുമില്ല. സോ ചെറിയ സ്നാക്സോ ചോക്ലേറ്റ്സോ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വാഴവന്തോൾ വാട്ടർഫാൾ വിസിറ്റ്. ഇവിടെ നമുക്ക് വെറും വെള്ളച്ചാട്ടം കാണൽ മാത്രമല്ല, അതിനോടൊപ്പം കാട്ടിലൂടെയുള്ള നടത്തവും ചെറിയ ട്രക്കിങ്ങും ഒരു നല്ല ഫിസിക്കൽ എക്സസൈസ് കൂടിയാണ്. അതുപോലെ നമുക്ക് ട്രക്കിംഗ് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ അവരിങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടും. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് വാഴവന്തോൾ വാട്ടർഫാൾ വിസിറ്റ് തോന്നിയത്. സോ ഇതൊക്കെയാണ് വാഴവന്തോൾ വാട്ടർഫാൾ വിസിറ്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.